മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 ടിപ്സ് ടു ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ് ഇൻ യുവർ ചിൽഡ്രൻ. കുട്ടികളിൽ വായനാശീലം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള 10 ടിപ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് റീഡിങ് ടു യുവർ ചിൽഡ്രൻ ഫ്രം എ വെരി ഏർലി ഏജ്. വളരെ നേരത്തെ തന്നെ, ഏകദേശം നമുക്ക് കുട്ടികൾക്ക് 6-ാം മാസം മുതൽ തന്നെ നമുക്ക് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ബുക്ക് വായിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം നേരത്തെ അവർക്ക് ബുക്ക് വായിച്ചു കൊടുക്കുമോ അത്രത്തോളം അവർക്ക് ബുക്സിനോടുള്ള ഈ ക്യൂരിയോസിറ്റി കൂടും, കഥകളോടുള്ള ക്യൂരിയോസിറ്റി കൂടും. സോ അവർക്ക് നമുക്ക് ഫസ്റ്റ് ഒരു 6-ാം മാസം മുതലുള്ള കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ടച്ച് ആൻഡ് ഫീൽ ബുക്ക്, പിക്ചർ ബുക്ക്, അതുപോലെ തന്നെ ഞാൻ അന്ന് കാണിച്ച ഫ്ലാഷ് കാർഡ്സ്. ഇതൊക്കെ കാണിച്ച് നമുക്ക് പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ഇപ്പോൾ ഒരു ആനയുടെ പിക്ചർ എടുത്തിട്ട് നമുക്ക് ആനയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം. സോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് ആദ്യമേ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യും. സോ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക പഠിച്ചെടുക്കും. നമുക്കത് പിന്നെ നമുക്കിത് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം അവർ പെട്ടെന്ന് തന്നെ ഈ ആന ഏതാണ്, എലി ഏതാണ് എന്നൊക്കെ അവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്കതൊരു അത്ഭുതമായിരിക്കും. അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വളരെ നേരത്തെ ഏജിൽ തന്നെ നമ്മൾ ബുക്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ടോയ്സായിട്ട് ചിലവഴിക്കുന്നതിനേക്കാൾ അവർ കൂടുതൽ സമയം ബുക്സായിട്ട് ചിലവഴിക്കുന്നതാണ്. ഇത് ഞാൻ നല്ല ഉറപ്പ് തരാം. ഞാൻ എൻ്റെ ആലിസിൽ ഞാൻ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ആദ്യം മുതൽ എന്താണ് ഏർലി ഏജ്, വളരെ നേരത്തെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, വായിച്ച് കൊടുക്കണം. സോ പോയിന്റ് നമ്പർ 2, ബി എ ഗുഡ് റോൾ മോഡൽ ഇൻ റീഡിങ്. നിങ്ങൾ ബുക്കൊക്കെ വാങ്ങി കൊടുത്തിട്ട് അവിടെ ഇരുന്ന് വായിച്ചോ മോനെ, ആ പടം നോക്കിക്കോ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു യൂസും ഇല്ല. ബുക്ക് പാരൻസ് ബുക്ക് വായിക്കുന്നവരാണെങ്കിൽ അവരും കുട്ടികളും ബുക്ക് വായിക്കുന്നവരായി മാറും. പാരൻസ് 24 hours ഇൻസ്റ്റയിലെ റീൽസ് കാണുന്നവരാണെങ്കിൽ മക്കളും 24 hours റീൽസ് കാണും. വളരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. സോ എന്ത് തന്നെയായാലും നമ്മുടെ ബുക്ക് തുറന്ന് വയ്ക്കുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഫോൺ തുറന്ന് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഇത്തരം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മൾ അവരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക. സോ അവർ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ കൂടുതൽ അതിൽ അഡിക്റ്റ് ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഫോണിൽ ഇട്ട് കൊടുത്താൽ തന്നെയും അവർ ആ വീഡിയോയിലുള്ളത് പഠിക്കുമെങ്കിലും അവർക്ക് വീണ്ടും ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. കാരണം അങ്ങനെയാണ് ആ ഒരു ഫോൺ നമ്മുടെ ബ്രെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കൊടുക്കാതിരിക്കുക. പകരം അവർക്ക് ഇൻഫർമേഷൻ നിങ്ങൾ ബുക്സ് വെച്ച് തന്നെ ബുക്സ് നോക്കി തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്സ് എടുത്ത് വെച്ച് വായിക്കുന്നത് കാണുമ്പോൾ അവർ നോക്കും എന്താണ് ഈ ബുക്കിലുള്ളത്, അച്ഛനമ്മ എന്താ ഇത്ര ഇൻട്രസ്റ്റോടെ നോക്കുന്നതെന്നുള്ള രീതിയിൽ അവർ ബുക്സ് എടുത്ത് നോക്കാൻ ചാൻസ് കിട്ടും. അപ്പോൾ ചാൻസ് കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾ കൂടെ ഇരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ കുട്ടിക്ക് എന്താണ് ബുക്കിനകത്തുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കുഞ്ഞായിരിക്കുന്ന കുട്ടിക്ക് ബുക്ക് എടുത്ത് കൊടുത്തിട്ട് വായിച്ചോ നോക്കിക്കോ എന്ന് പറഞ്ഞ കാര്യം നിങ്ങളിരുന്ന് അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. അവരോടൊപ്പം ഇരുന്ന് ബുക്ക് വായിച്ചു കൊടുക്കണം, റീഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ബുക്കുമായിട്ടൊരു ബന്ധം നമ്മൾ വേണം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവർ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പൊക്കോളും. നമ്മൾ അത് ബന്ധം സ്ഥാപിച്ചു കൊടുക്കണം. ഫോണുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം ബുക്കുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കൊടുക്കണം. അപ്പോൾ ആ സ്ഥാപിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളും കൂടെ മോഡലായിരിക്കണം എന്നതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ഷോ എനി ടയർഡ്നെസ് ഓൺ റീഡിങ് ദി സെയിം ബുക്ക് ദേ വാണ്ട് ടു റീഡ് ഫോർ മൾട്ടിപ്പിൾ ടൈം. അതായത് ഒരു സെയിം ബുക്ക് തന്നെ അവർ കുറേ തവണ വായിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. എൻ്റെ മകൾ ആലിസ് ആണെങ്കിലും ഒരു പ്രിൻസസിൻ്റെ ഒരു സ്റ്റോറി അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബാർബി ആൻഡ് ദ പ്രിൻസസ് ആൻഡ് സീക്രട്ട് ഡോർ എന്ന് പറഞ്ഞ ബുക്കാണ്. സോ അപ്പോൾ അത് അവൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ആ പിക്ചർ ഇലസ്ട്രേഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്ക് എപ്പോഴും ആ ബുക്കായിരുന്നു ഒരു മാസത്തോളം തന്നെ ഫുൾ ആ ബുക്ക് തന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു കൊടു അങ്ങനെ പറഞ്ഞിത്താ എന്നുള്ളത് തന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം അവൾക്ക് മലയാളത്തിലാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അത്
ഇംഗ്ലീഷ് സ്റ്റോറി ആയിരുന്നു. പിന്നെ അവർക്ക് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ റിപ്പീറ്റായിട്ട് സെയിം കഥ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊരു മടുപ്പുണ്ട്. പക്ഷേങ്കിലും നമ്മളത് കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ബുക്കിനോടുള്ള ക്യൂരിയോസിറ്റി നമ്മളായിട്ട് തണുപ്പിക്കാൻ പാടില്ല. സോ നമ്മളൊരിക്കലും അവർക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്നതിലോ അവർ ബുക്ക് എടുത്തുകൊണ്ട് വരുമ്പോഴോ നമ്മൾ എന്താ പറയുക, അവരെ ഒഴിവാക്കി വിടുകയോ അവരോട് മടുപ്പ് കാണിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മളെന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റെങ്കിലും എടുത്തു വെച്ച് അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് സമയമില്ലാത്ത സമയമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അതൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ അവർ ഈ ബുക്കിൽ നിന്ന് അകലാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർ ബുക്ക് പറഞ്ഞു കൊടുത്താ അമ്മ എന്ന് പറഞ്ഞ് വരുമ്പോൾ പിന്നെ പറഞ്ഞു തരാൻ മോളെന്നോ അല്ലെങ്കിൽ ഈ കഥ വേണ്ട നമുക്ക് മറ്റേ ബുക്ക് വായിക്കാനോ അങ്ങനെയൊന്നും അവരോട് പറയരുത്. അവരുടെ ആ ഒരു സെലക്ഷനെ നമ്മൾ അംഗീകരിച്ച് ആ ബുക്ക് എത്ര സമയം വായിക്കാൻ പറഞ്ഞു, ആ കഥ എത്ര തവണ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ആ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ കഥയിൽ നിന്നായിരിക്കും ചിലപ്പോൾ അവരുടെ പല ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനൊക്കെ വളരുന്നത്. 4th പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് എ ഡെയിലി ടൈം ടേബിൾ ഫോർ റീഡിങ്. സോ അപ്പോൾ കുട്ടികൾക്ക് ഒരു കുട്ടികളുടെ ഡെയിലി റൂട്ടീൻ ഒരു അടുക്കും ചിട്ടയ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും അവർക്ക് നല്ലതായിരിക്കും. അവർക്ക് അവരുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും. അതായത് അപ്പോൾ അവർക്ക് അറിയാം അടുത്തിന്ന കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ നോക്കാം. ഏതായാലും അപ്പോൾ ബുക്ക് വായിക്കുവാനായിട്ട് ഒരു സമയം നിങ്ങൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചില പാരൻസിന് അങ്ങനെ പ്രത്യേകിച്ച് നിശ്ചിത ടൈമൊന്നും കുട്ടികളോടൊപ്പം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴായാലും നിങ്ങൾ ദിവസത്തിൽ ഒരു നേരം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ ബുക്സ് ആയിട്ട് നിങ്ങളെ കൂടെ ഇരിക്കണം, കുട്ടികളെ കൂടെ ഇരിക്കണം. അവരെ കയ്യിൽ കൊടുത്ത് അവരെ അങ്ങ് വായിക്കാൻ ഇരുത്തുന്നില്ല, നിങ്ങൾ കൂടെ ഇരിക്കണം. ഞാൻ പറയുന്നത് കൊച്ചുകുട്ടികളുടെ കാര്യമാണ്. വലിയ കുട്ടികൾ ആകുമ്പോഴത്തേക്കും അവർ ഇരുന്നിങ്ങനെ വായിക്കണമെങ്കിൽ നമ്മളിപ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴേ അവരോട് ഒപ്പം ഇരുന്ന് ആ ബുക്കുമായിട്ടുള്ളൊരു ബോണ്ടിങ് നമ്മൾ വേണം ഉണ്ടാക്കി കൊടുക്കാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വലുതാകുമ്പോൾ അവർ തന്നെ ഒരു ടൈം എടുത്ത് വായന അവർ തന്നെ സെറ്റ് ചെയ്തോളും. മനസ്സിലായില്ല? അപ്പം നിങ്ങൾ കൂടെ ഇരുന്ന് അവർക്ക് വായിച്ച് കൊടുക്കണം, അവർക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അവർ ആ ബുക്കുമായിട്ടുള്ളൊരു ബോണ്ടിങ് കൂടും, അവർക്ക് എപ്പോഴും ബുക്ക് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും, ക്യൂരിയോസിറ്റി കൂടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടെ ഇരുന്ന് വേണം ഡെവലപ്പ് ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടിയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. സോ 5th പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് കീപ് ബുക്സ് ആക്സസിബിൾ ടു യുവർ ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ കയ്യെത്താ ദൂരത്ത് നമ്മൾ ബുക്സ് കൊണ്ട് വെക്കണം. അപ്പം ഇപ്പോൾ ഒരുപാട് ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടുക്കി വെക്കണമെന്നല്ല. അതിൽ നിന്ന് ഒരു കുറച്ച് ബുക്സ് ആയിട്ട് ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു ബുക്ക് അല്ല 1-2 ബുക്കെങ്കിലും നമ്മൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും നമ്മൾ എല്ലാ ദിവസവും അടുക്കി വെക്കണം. അപ്പോൾ ഒരു 2-3 ഡേയ്സ് ആ ബുക്സ് അവർ നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ബുക്സ് മാറ്റിയിട്ട് വേറെ ബുക്സ് വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ 6th പോയിന്റ് എന്ന് പറയുന്നതും അതാണ്, റൊട്ടേറ്റ് ദ ബുക്സ് എന്ന് പറയും. അതായത് മാറ്റി നമ്മൾ ബുക്സ് അവർക്ക് കൊടുക്കണം വായിക്കാനായിട്ട്. അപ്പം ഒരു 2-3 ഡേയ്സ് അവർ കുറച്ച് ബുക്സ് കൈകാര്യം ചെയ്യും, അതിലുള്ളതൊക്കെ നോക്കി വായിച്ച്. മനസ്സിലായി? നമ്മൾ അവരെ കൂടെ ഇരുന്ന് വായിപ്പിക്കുന്ന ടൈമിന് പുറമേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൂടെ ഇരുന്ന് വായിപ്പിക്കും, ഏതെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ 2-3 ബുക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വേണമെങ്കിൽ ആ സെയിം ബുക്ക് തന്നെ അവർക്ക് എത്തുന്ന ദൂരത്ത് നമ്മൾ വെക്കണം. അപ്പോൾ അവർ കളിച്ചുകൊണ്ട് നടക്കേണ്ട ഇടയിൽ കൂടെ അവരതെടുത്ത് വെച്ച് വായിക്കും. നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെ അവർ സ്വയം ഇരുന്ന് ബുക്ക് നോക്കി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ അതുകൊണ്ട് അപ്പോൾ അവർക്ക് എടുത്തുന്ന രീതിയിൽ വെക്കുമ്പോൾ അവർ തന്നെ തോന്നുന്ന സമയത്തൊക്കെ എടുത്ത് വെച്ച് വായിക്കും. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ്സ് ആണ് സത്യം പറഞ്ഞാൽ. അതൊക്കെ എടുത്ത് വായിക്കാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. സോ അവർ ടോയ്സിനെക്കാളും ചിലപ്പോൾ കൂടുതൽ അവർ ബുക്സിനോടായിരിക്കും താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളിതൊക്കെ ടിപ്സൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ വരുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്സ്പീരിയൻസ്ഡ് മോമാണ് ഞാൻ, അതുകൊണ്ടാണ് പറയുന്നത്. 7th പോയിന്റ് എന്ന് പറയുന്നത് ഗീവ് ബുക്സ് ബൈ കൺസിഡറിങ് യുവർ ചൈൽഡ്സ് ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഓരോ പ്രായത്തിൽ കൊടുക്കേണ്ട ഓരോ ബുക്സും ഉണ്ടല്ലോ, ആ ലെവൽ മനസ്സിലാക്കി ബുക്സ് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. തീരെ കുഞ്ഞു പിള്ളേർക്ക് നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന ടച്ച് ആൻഡ് ഫീൽ ബുക്ക്. അതിനകത്ത് ഇപ്പം ഒരു അണ്ണാരക്കണ്ണൻ്റെ പിക്ചർ ആണെങ്കിൽ അണ്ണാരക്കണ്ണൻ്റെ വാല്, അതേ വാല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു വാലിൻ്റെ സോഫ്റ്റ്നെസ് ആ രീതിക്ക് അവരതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടച്ച് ആൻഡ് ഫീൽ ബുക്ക് കൊടുക്കാം. 6 മാസത്തിന് മുന്നേ ഉള്ള കുട്ടികൾക്ക് പിക്ചേഴ്സ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാർഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഹൈ കോൺട്രാസ്റ്റിംഗ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇളയ മോന് വാങ്ങി, ആലിസിന് വാങ്ങിയിട്ടില്ലായിരുന്നു. അതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് 6 മാസത്തിന് മുന്നേ ഇങ്ങനെ നമുക്ക് കളേഴ്സ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റും. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കാർഡ്സും പാറ്റേൺസും ആണ്, പിക്ചേഴ്സും പാറ്റേൺസും ആണ് ആ കാർഡ്സിലുള്ളത്. അപ്പോൾ അത് നമുക്ക് 6 മാസത്തിന് മുന്നേ നമുക്കത് അവർക്ക് കാണിച്ചു കൊടുക്കാം. എന്നിട്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി പഠിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ കണ്ണിനുള്ള എക്സസൈസ് പോലെയാണ്. പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വായനാശീലം എന്ന് പറയുമ്പോൾ നമ്മൾ
അതിനുള്ള പ്രവർത്തികൾ നമ്മൾ തുടങ്ങുന്നത് ഈ 6-ാം മാസത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ബുക്ക് കൊടുക്കാം. പിന്നെ ക്ലോത്തിൻ്റെ ബുക്കുണ്ട്, തുണി പോലെ ഇരിക്കും ഇങ്ങനെ പിക്ചേഴ്സ് കാണിച്ചിട്ട് തുണി, അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷെ അങ്ങനത്തെ ബുക്സ് ഉണ്ട്. ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറി ബുക്ക്, പിക്ചർ വേണം, എല്ലാത്തിലും പിക്ചർ വേണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ എഴുത്തുകൾ, ലെറ്റേഴ്സ് കൂടിയിട്ട് പിക്ചേഴ്സ് വേണം എന്തായാലും. പക്ഷേ ലെറ്റേഴ്സ് കുറച്ച് കൂടിയ കഥാ ബുക്കുകളൊക്കെ കാണില്ല. ഒരു 5-6 കഥയൊക്കെ ഒരു ബുക്കിനകത്ത് കയറുമ്പോൾ അനുസരിച്ച് ലെറ്റേഴ്സിൻ്റെ അവർ കാണുന്ന ഇത് കൂടി. അപ്പം അങ്ങനത്തെ ബുക്സും അവർക്ക് ഇഷ്ടപ്പെടും. എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ ആ കഥകൾ നിങ്ങൾ അതിന് മുന്നേ വായിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ പിന്നെ അത് വായിച്ചു കൊടുക്കാം. മലയാളം ആണെങ്കിൽ അവർക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇംഗ്ലീഷ് ബുക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷൊക്കെ അവർക്ക് മനസ്സിലാവും, നിങ്ങൾ ആദ്യമേ പറഞ്ഞ് ശീലിക്കുവാണെങ്കിൽ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് അതിനകത്തുള്ള പോലെ തന്നെ വായിക്കണമെന്നില്ല, അവർക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾക്കത് ഇങ്ങനെ ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് ബുക്സ് കൊടുക്കുക, വായിച്ചു കൊടുക്കുക. പിന്നെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ചില കുട്ടികൾക്ക് ആനിമൽ സ്റ്റോറീസ് ആയിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് ഫെയറി ടെയിൽസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ബുക്സ് അവർക്ക് കൊടുക്കുക. 8th പോയിന്റ് എന്ന് പറയുന്നത് ഗീവ് എ ഫാമിലി ഡിസ്കഷൻ ടൈം. അതായത് ഒരു ബുക്കിനെ പറ്റി ഒരു ചർച്ച ചെയ്യാൻ ഒരു സമയം വയ്ക്കുക. അതായത് ഇപ്പോൾ നമ്മൾ അച്ഛനും അമ്മയൊക്കെ കുട്ടികളും കൂടിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് വന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുക, അവർ പറയുന്നത് കേൾക്കുക ആ ബുക്കിനെ പറ്റി. കുഞ്ഞു പിള്ളേരോട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ വലിയ പിള്ളേരോട് നമുക്ക് അതിനനുസരിച്ച് ആ ബുക്കിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചുമ്മാ നമുക്കൊന്ന് സംസാരിച്ച് പോവാം. കുറച്ച് നേരം, ഫുൾ ടൈം ഇരുന്ന് സംസാരിക്കണമല്ല, നമുക്കൊരു ബുക്കിനെ പറ്റി ഒരു ചർച്ച ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഇപ്പം വലിയ കുട്ടികളെന്ന് പറയുമ്പം അങ്ങനത്തെ ചർച്ചയ്ക്ക് ഇരിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മൾ കുഞ്ഞിനെ അവർക്ക് റീഡിങ് ഹാബിറ്റ്, റീഡിങ് ക്യൂരിയോസിറ്റി വളർത്തിയെടുത്ത് പാരൻസും വായിക്കുന്നവരാണ് എങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബുക്കിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തന്നെ ആയിരിക്കും. സോ 9th പോയിന്റ് എന്ന് പറയുന്നത് give your child the opportunity to select their own favorite book. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ കടയിൽ ബുക്ക് വാങ്ങാൻ ഷോപ്പിൽ കൊണ്ടുപോയി, അപ്പോൾ അവർക്ക് തന്നെ എന്താ പറയുക, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബുക്സ് സെലക്ട് ചെയ്യാനൊരു അവസരം കൊടുക്കുക. എനിക്ക് ഇപ്പോൾ തന്നെ വായിക്കാൻ എടുത്ത് ഇങ്ങനെ വയ്ക്കുമല്ലോ, അപ്പോൾ എടുത്ത് വയ്ക്കുന്ന സമയത്തായാലും അവരൊരു ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്ക് വായിക്കാൻ മറ്റു ബുക്ക് വായിച്ച് നോക്കുമ്പോഴേ അങ്ങനെയൊന്നും പറയരുത്. അവർക്ക് ഇഷ്ടമുള്ള ബുക്ക് അവർ സെലക്ട് ചെയ്ത് വായിക്കാൻ നോക്കും. നിങ്ങൾ ഇരുന്ന് വായിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക്. അപ്പോഴും അവർ ആവശ്യപ്പെടുകയാണ്, അമ്മ ഈ ബുക്ക് വായിച്ചു തരുമെന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ അത് നിങ്ങൾ അംഗീകരിച്ച് ആ ബുക്ക് വായിച്ചു കൊടുക്കാൻ നോക്കുക. ഇല്ലാതെ നമ്മൾ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആക്സസിബിളായിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കുമ്പോൾ അവരെ വെറുതെ വിടുക, അവർക്ക് ഇഷ്ടമുള്ള ബുക്സ് എടുത്ത് വായിക്കട്ടെ. അതുപോലെ നമ്മൾ ഷോപ്പിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് അവരെ കൂടെ കൊണ്ടുപോയി അവർക്ക് സെലക്ട് ചെയ്ത് ബുക്കൊക്കെ കണ്ട് അവരെ ഇഷ്ടത്തോടെ എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. സോ 10th പോയിന്റ് എന്ന് പറയുന്നത് ഗീവ് ബുക്സ് ആസ് ഗിഫ്റ്റ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് വലിയ വലിയ ടോയ്സോ കാറോ കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല, ബുക്സാണ്. കാരണം ബുക്സ് അവർക്ക് ഭയങ്കര എന്താ പറയുക, ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവരിലുള്ള ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, പല സ്കില്ലുകൾ, അതുപോലെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് സ്കിൽസ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് നമ്മൾ പോലും അറിയാതെ അവർ ഈ പല ഈ സ്കില്ലുകൾ, അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും ലാംഗ്വേജ് കൈകാര്യം ചെയ്യേണ്ട സ്കില്ലുകളായാലും ഇതൊക്കെ അവർക്ക് കിട്ടുന്നത് ഈ ബുക്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന ബുക്സാണ്. സോ എനിക്കും ഏതെങ്കിലും കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യണം ചിന്തിക്കുമ്പോഴും ഞാൻ ബുക്സ് ഗിഫ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുക. ഈ 10 ടിപ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക. കുറച്ച് നേരമെങ്കിലും ബുക്സുമായിട്ട് കുട്ടികളോട് ഇരിക്കുക എന്ന് കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ ചേർക്കട്ടെ, കുട്ടികളിങ്ങനെ പിടിച്ചിരുത്തി അവരെ അതിലേക്ക് നോക്ക്, വായിക്ക്, അങ്ങനെ അവരെ മുഷിപ്പിക്കരുത്. മനസ്സിലായില്ല? അവർ ഇൻട്രസ്റ്റോടെ നിൽക്കുന്ന സമയത്ത്, നല്ല മൂഡായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ അവരുടെ ആ ഒരു മൂഡ് അനുസരിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഒരു മണിക്കൂറോളം നീണ്ട ബുക്ക് വായന അങ്ങനെയൊന്നും ചെയ്യരുത്. കുഞ്ഞു പ്രായത്തിലെ കുട്ടികൾക്ക് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതിയാവും ആദ്യം. അവർ വളർന്നതനുസരിച്ച് ആ ഒരു ടൈം വ്യത്യാസം കൊണ്ടുവരിക. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ അവരെ മുഷിപ്പിച്ചുകൊണ്ട് അവരെ കമ്പൽ ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾ പഠിപ്പിക്കാനും പോകരുത്, വായിപ്പിക്കാനും പോകരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ
കാണുന്നതുവരെ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.